അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹ്. വസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദനാ യാ റസൂലുള്ളാഹ് ഖുദ് ബിഐദീനാ ഖല്ലത്തി ഹിലത്തുനാ അദ്രികനാ വആലി കുല്ലിൻ വസ്സഹാബത്തി അജ്മഈൻ. ഏറ്റവും സ്നേഹാദരണീയായ മുഅ്മിനീങ്ങളെ, മുഅ്മിനാത്തുകളെ, മഹാനായ ഖാജ റളിയല്ലാഹു അൻഹു അജയ്പാൽ മഹായോഗിയുടെ എല്ലാ ശക്തിയും പരാജയപ്പെടുത്തിക്കൊണ്ട് അദ്ദേഹം ഇസ്ലാം ആശ്ലേഷിക്കുകയും ഖാജയുടെ ഇഷ്ടശിഷ്യനും മുരീദുമായി തീർന്ന അത്ഭുതകരമായ സംഭവത്തിലൂടെ നാട്ടിലെ മുഴുവൻ സമൂഹത്തിനും സത്യവും മിഥ്യയും വളരെ വ്യക്തമായി ബോധ്യപ്പെടുത്തി കൊടുക്കുകയുണ്ടായി. ഖാജ റളിയല്ലാഹു അൻഹു പൃഥ്വിരാജ് ചൗഹാൻ ഇസ്ലാമിലേക്ക് ക്ഷണിച്ചു, സന്ദേശം അറിയിച്ചു. പ്രസ്തുത സന്ദേശം അയാൾ ചവറ്റുകൊട്ടയിലെറിഞ്ഞു. രാജാവ് നവമുസ്ലിങ്ങളെ ഭീഷണിപ്പെടുത്താനും ഹിംസിക്കാനുമാണ് പിന്നീട് ശ്രമം നടത്തിയത്. തന്റെ ദർബാറിലെ പ്രമുഖ ജീവനക്കാരനും ഇസ്ലാമിൽ ചേർന്നപ്പോൾ രാജാവിന്റെ ആക്രമണത്തിന് പൂർവ്വപരി ശക്തി കൂടുകയാണ്. തന്റെ കാലിന്റെ അടിയിൽ നിന്നും മണ്ണ് നീങ്ങുന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കിയ രാജാവ് ഖാജ റളിയല്ലാഹു അൻഹു ഉടൻ അജ്മീർ വിട്ടുപോകാൻ വീണ്ടും നിർദ്ദേശം കൊടുത്തപ്പോൾ ഉടനെ തന്നെ ഖാജ റളിയല്ലാഹു അൻഹു നേരത്തെ പറഞ്ഞ പോലെ രാജാവിന് ഞാൻ ഒരു മുസ്ലിം സുൽത്താൻ ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നു എന്നാണ് മറുപടി പറഞ്ഞത്. യഥാർത്ഥത്തിൽ സുൽത്താൻ മുഹമ്മദ് ഗോറി എന്ന മുസ്ലിം ഭരണാധികാരി പലപ്പോഴും പൃഥ്വിരാജ് ചൗഹാനുമായി ഏറ്റുമുട്ടുകയും എല്ലാറ്റിലും ദയനീയമായി പരാജയപ്പെടുകയുമാണ് ചെയ്തിട്ടുള്ളത്. എന്നാൽ എല്ലാ കണക്കൂട്ടലും തെറ്റിച്ചുകൊണ്ട് 1192 താനേശ്വരത്ത് വെച്ച് സുൽത്താൻ മുഹമ്മദ് ഗോറിയും പൃഥ്വിരാജും ഏറ്റുമുട്ടുകയും രാജ്യം സൈന്യവും പരാജയപ്പെടുകയും പൃഥ്വിരാജ് കൊല്ലപ്പെടുകയും ചെയ്തതോടുകൂടി എല്ലാം അവസാനിച്ചു. മഹാനായ ഖാജ റളിയല്ലാഹു അൻഹു രാജാവ് നേരിട്ട് കണ്ടുകൊണ്ട് അദ്ദേഹത്തിന് വേണ്ട മുഴുവൻ സഹായങ്ങളും ചെയ്തു കൊടുക്കുകയും അവിടെ വിപുലമായ പള്ളിയും മറ്റ് സംവിധാനങ്ങളുമെല്ലാം സംവിധാനിച്ചു കൊടുക്കുകയും ചെയ്തത് നമുക്ക് ഇപ്പോഴും അതവിടെ കാണാൻ സാധ്യമാണ്. മഹാനായ ഖാജ റളിയല്ലാഹു അൻഹു വാളുകൊണ്ടല്ല, യുദ്ധത്തിലൂടെയല്ല ഇവിടെ ഇസ്ലാം പ്രചരിപ്പിച്ചിട്ടുള്ളത്. 4000-ൽ പരം കറാമത്തുകൾ മഹാനവറുകളിൽ നിന്ന് ഉണ്ടായതായി ചരിത്രം നമ്മെ ഉത്ബോധിപ്പിക്കുന്നുണ്ട്. അത് ഇന്നും നിലക്കാതെ തുടർന്നുകൊണ്ടിരിക്കുന്നു. മഹാനവറുകളുടെ എല്ലാ അമാനുഷിക കഴിവുകളും ക്രോഡീകരിക്കാൻ കഴിവുള്ള കനമുള്ള ഗ്രന്ഥങ്ങൾ തന്നെ വേണ്ടിവരും. ശൈഖുൽ ഹിന്ദ് ഖാജ റളിയല്ലാഹു അൻഹു ഇവിടെ ഭാരിച്ച ഉത്തരവാദിത്വം നിറവേറ്റാനുണ്ടായിരുന്നു. അതിനൊതുക്കുന്ന പല കറാമത്തുകളും മഹാനവറുകൾ പ്രകടിപ്പിക്കുകയുണ്ടായി. ഇസ്ലാമിനെ സംശയദൃഷ്ടിയാ നോക്കുന്നവർക്കും മുജ്ദത്തും കറാമത്തും തള്ളിപ്പറയുന്ന അല്പബുദ്ധികൾക്കും ഒരു വെല്ലുവിളിയാണ് മഹാനായ ഖാജ റളിയല്ലാഹു അൻഹു. മഹാന്റെ ജീവിതത്തിൽ എന്നപോലെ മരണാനന്തരവും പ്രസ്തുത കാര്യങ്ങൾ മുറക്ക് നടക്കുന്നതായി അജ്മീർ സന്ദർശിക്കുന്ന ഏതൊരാൾക്കും വ്യക്തമാകുന്ന യാഥാർത്ഥ്യമാണ്. നമുക്കറിയാം, ഇന്ത്യയുടെയും മറ്റ് സമീപത്തുള്ള രാജാക്കന്മാരുമെല്ലാം ഖാജ റളിയല്ലാഹു അൻഹുവിന്റെ തിരുസന്നിധിയിൽ വരികയും ഇപ്പോഴും ഖാജ റളിയല്ലാഹു അൻഹുവിന് അദ്ദേഹത്തിന്റെ ആ സ്ഥാനമാനങ്ങൾ വകവെച്ചു കൊടുക്കുകയും ചെയ്യുന്ന വളരെ അത്ഭുതകരമായ കാഴ്ച നമുക്ക് പകൽ വെളിച്ചം പോലെ ബോധ്യപ്പെടുകയും കാണുകയും ചെയ്യുന്ന കാര്യമാണ്. അള്ളാഹു ഖാജയുടെ മദദ് നമുക്ക് കൂടുതൽ കൂടുതൽ വർദ്ധിപ്പിച്ചു തരുമാറാവട്ടെ. ആ വിശുദ്ധമായ സന്നിധിയിൽ ചെല്ലാനും നമ്മുടെ മുഴുവൻ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഖാജ റളിയല്ലാഹുവിന് മുമ്പിൽ വെക്കാനും അതിന് പരിഹാരം കാണാനുമെല്ലാം അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.